കാറ്റത്തി കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അന്ന് ആ വീട്ടിൽ ഒരു വലിയ ഉത്സവം ഒരുങ്ങുകയായിരുന്നു. പക്ഷേ വീടിൻ്റെ അകത്തളത്തിൽ ആരും കാണാതെ ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. നിധി തൻ്റെ മുറി അകത്തു നിന്നും പൂട്ടി സങ്കടക്കടലിൽ മുങ്ങുകയായിരുന്നു. അവളുടെ മനസ്സ് നിറയെ ആകുലതകളായിരുന്നു. തൻ്റെ ജീവിതം ഇങ്ങനൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആ സമയത്താണ് സുധീഷ് പുറത്തേക്ക് വരുന്നത്. അവൻ്റെ മുഖത്ത് കുറ്റബോധവും നിരാശയും നിഴലിച്ചിരുന്നു. ഉമ്മറത്ത് നിൽക്കുന്ന ഹരീഷ് സുധീഷിനെ കണ്ടതും അരികിലേക്ക് ചെന്നു. അവൻ പതുക്കെ പറഞ്ഞു, സുധീഷേട്ടാ, സോറി, ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. വല്ലാത്ത റൂഡായി പോയി. ഹരീഷിൻ്റെ വാക്കുകൾ സുധീഷിൻ്റെ ഉള്ളു പൊള്ളിച്ചു. അവൻ തൻ്റെ അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ലടാ, നീ എന്നോട് സോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത്. ഞാനും കുറേ തെറ്റുകൾ ചെയ്തില്ലേ, അതുകൊണ്ട് ആ തെറ്റുകളെല്ലാം നീ എന്നോട് ക്ഷമിക്കണം. അനിയനോട് ക്ഷമ ചോദിക്കുമ്പോൾ സുധീഷിൻ്റെ കണ്ണുകളെല്ലാം തന്നെ നിറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടു നിന്ന സുഭാഷിന് വലിയ ആശ്വാസമായി. സഹോദരങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹം കാണാനായിരുന്നു അവൻ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്. സുഭാഷ് സന്തോഷത്തോടെ പറഞ്ഞു, അതൊക്കെ പോട്ടടാ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ എന്താ ഇതുവരെ റെഡിയാവാത്തത്? ആ കുട്ടി റെഡിയാവുമെന്ന് പറഞ്ഞതല്ലേ? സുധീഷ് ഒന്ന് തപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അവൾ റെഡിയാവുന്നുണ്ട്. സുഭാഷ് ആവേശത്തോടെ പറഞ്ഞു, എന്നാ പിന്നെ ആഘോഷം തുടങ്ങട്ടെ. എടാ, നീ വേഗം പോയി കുളിച്ചിട്ട് വാ, ഒട്ടും സമയമില്ല. വിരുന്നുകാരൊക്കെ വരാൻ തുടങ്ങിക്കാണും. സുധീഷ് കുളിക്കാൻ പോയപ്പോൾ ഹരീഷിനും നികേഷിനും വല്ലാത്തൊരു ഉന്മേഷം തോന്നി. നികേഷ് അവിടെ ഒരുക്കിയ പന്തലും വെളിച്ചമൊക്കെ നോക്കി അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ട സുഭാഷ് അവൻ്റെ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താണ് നികേഷെ, നീ സ്റ്റേജ് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്? നികേഷ് പതുക്കെ ചോദിച്ചു, അല്ല ചേട്ടാ, ഈ ഫംഗ്ഷൻ ശരിക്കും നടക്കുമോ? എനിക്കെന്തോ ഒരു പേടി പോലെ. സുഭാഷ് അവൻ്റെ തോളിൽ തട്ടി ഉറപ്പോടെ പറഞ്ഞു, എടാ, നിനക്കെന്താടാ ഇപ്പോഴും ഒരു സംശയം? എല്ലാം ശരിയാവും. ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടക്കും. പക്ഷേ കുളിക്കാൻ കയറിയ സുധീഷിൻ്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അവൻ ബാത്റൂമിലെ ഷവറിന് താഴെ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഈ കള്ളക്കളി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ആർക്കുമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചെത്തിയ സുധീഷിനെ വരവേറ്റത് നിധിയുടെ രൂക്ഷമായ നോട്ടമായിരുന്നു. അവൾ ചോദിച്ചു, എന്താ നിങ്ങൾ നിങ്ങളുടെ ചേട്ടന്മാരോടും അനിയന്മാരോടും സത്യമൊന്നും തന്നെ തുറന്നു പറയാത്തത്? നിങ്ങൾ പറഞ്ഞോ? അതോ ഇപ്പോഴും ഈ നാടകം തന്നെ തുടരുകയാണോ? സുധീഷ് നിസ്സഹായായി അവളുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇല്ല നിധി, എനിക്ക് പറയാൻ പറ്റുന്നില്ല. നീ ഒന്ന് പുറത്തേക്ക് വന്ന് നോക്ക്. ആൾക്കാർ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എത്തുമ്പോൾ എൻ്റെ ഫാമിലി നാണം കെട്ടു പോവും. നിധി, പ്ലീസ്, നീ എൻ്റെ അപേക്ഷയായിട്ട് കരുതിയാൽ മതി. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ വെറും 1 മണിക്കൂർ നീ സ്റ്റേജിലൊന്ന് വന്നിരുന്നാൽ മാത്രം പോരെ? അതിനുശേഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചോളാം. എന്നാൽ നിധി തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇല്ല സുധീഷേ, എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല. ഇതിലും വലിയ കള്ളങ്ങൾ പറയാനൊന്നും എനിക്ക് വയ്യ. സുധീഷ് വീണ്ടും അപേക്ഷിച്ചു. എടോ, ഞാൻ തനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. താൻ ഒന്നും ചെയ്യേണ്ട, വെറുതെ അവിടെ വന്ന് നിന്നാൽ മാത്രം മതി. നിധി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, സുധീഷേ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന് അവർ പറഞ്ഞ ആ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ ഇതുവരെ മുക്തി നേടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ വീണ്ടും എന്നെ ഇങ്ങനെ അഭിനയിക്കാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷേ. എൻ്റെ വീട്ടുകാരും നിൻ്റെ വീട്ടുകാരും പാവങ്ങളാ. അവരെങ്ങനെ പറ്റിച്ചിട്ട് വെറുതെ വിഷമിപ്പിക്കണോ? സുധീഷ് പറഞ്ഞു, താൻ പറയുന്നത് 100% ശരിയാണ്. ഈ പരിപാടി ഒന്ന് കഴിയട്ടെ, ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞോളാം. നിധി ദേഷ്യത്തോടെ ചോദിച്ചു, സുധീഷിന് ഇത്രയും സമയമുണ്ടായിരുന്നില്ലേ ഇത് പറയാൻ? ശരി, എന്നെ എൻ്റെ ഏട്ടത്തിയുടെ വീട്ടിൽ കൊണ്ടയാക്കിയിട്ട് അന്ന് രാത്രി ഫുള്ള് സുധീഷ് വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നില്ലേ? അപ്പോഴെങ്കിലും സുധീഷിനെ വീട്ടിൽ വിളിച്ചിട്ട് ഈ കാര്യം പറയാമായിരുന്നില്ലേ? സുധീഷ് തല കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു, എടോ, പറ്റിപ്പോയി, എനിക്കതൊന്നും പറയാൻ പറ്റിയില്ല. സുധീഷ് നിരാശയോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സുഭാഷ് വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. എടാ, നീ ഇതുവരെ റെഡിയായില്ലേ? ആ കുട്ടി റെഡിയാവാൻ വൈകുകയാണോ? നിന്റെ ഡ്രസ്സ് ആ റൂമിലല്ലേ ഇരിക്കുന്നത്? ആ സമയത്താണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സുനന്ദ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹായ്, ഹലോ മണവാളൻ ചെക്ക, കൺഗ്രാറ്റുലേഷൻ കേട്ടോ. നമ്മളാരെയും അറിയിക്കാതെ രജിസ്റ്റർ മാരേജൊക്കെ കഴിഞ്ഞു അല്ലേ? വലിയ സംഭവമാണല്ലോ. സുഭാഷ് ഇടക്ക് കയറി പറഞ്ഞു, സുനന്ദ, നീ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ ഇവൻ്റെ ഡ്രസ്സ് ആ റൂമിൽ ഇരിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വരാമോ? സുനന്ദ സമ്മതിച്ചുകൊണ്ട് തന്നെ നിധിയുടെ മുറിയിലേക്ക് കയറിപ്പോയി. അവൾ സ്നേഹത്തോടെ നിധിയോട് ചോദിച്ചു, അല്ല, സാരി എന്താ ഉടുക്കാത്തത്? സാരി ഉടുക്കാൻ അറിയില്ലാഞ്ഞിട്ടായിരിക്കുമല്ലേ? ഞാൻ സഹായിക്കാം കേട്ടോ, എൻ്റെ കയ്യിൽ നല്ലൊരു മേക്കപ്പ് കിറ്റൊക്കെ ഉണ്ട്. നിധി ദേഷ്യത്തോടെ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഇവിടെ അമ്മായിയുടെ മോളാ. നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ ഇരുന്നാൽ മതി. സുനന്ദ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ നിധി ആക്രോശിച്ചു, ഇറങ്ങിപ്പോ ഇവിടുന്ന്. ആ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ സുനന്ദ ആകെ പകച്ചുപോയി. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ വേഗം പുറത്തേക്കോടി. പുറത്തുണ്ടായിരുന്ന സുഭാഷും സുധീഷും ആകെ പരിഭ്രാന്തിയോട് ചോദിച്ചു, എന്തു പറ്റി സുനന്ദ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരെന്നെ ഇറക്കി വിട്ടു. ആ പെൺകുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് അവൾ
റെഡിയാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ റിസപ്ഷൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സുനന്ദ സങ്കടത്തോടെ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. സുഭാഷ് സുധീഷിനെ രൂക്ഷമായി നോക്കി. എന്താടാ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? സുധീഷ് പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് ഒരു പ്രശ്നമില്ല ചേട്ടാ, ഞാൻ പോയി സംസാരിച്ചോളാം. സുധീഷ് വീണ്ടും അകത്തേക്ക് കയറി നിധിയോട് കരഞ്ഞു പറഞ്ഞു. നിധി പ്ലീസ്, നീ ഒന്ന് സഹായിക്ക്. എൻ്റെ വീട്ടുകാരെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വായോ. ആ സംസാരം കേട്ട് സുഭാഷ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും എന്തോ മറക്കുന്നുണ്ട്. മോളെ എന്താ കാര്യം, സത്യം പറ, സുഭാഷ് ചോദിച്ചു. സുധീഷ് അത് മറക്കാൻ നോക്കിയെങ്കിലും നിധിക്ക് ഇനി വയ്യായിരുന്നു. അവൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഇല്ലേട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെല്ലാവരെയും പറ്റിക്കുകയാണ്. എൻ്റെ വീട്ടുകാരെയും നിങ്ങളുടെ വീട്ടുകാരെയും ഒക്കെ ഞാൻ ചതിക്കുമായിരുന്നു. ഞങ്ങളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഏട്ടാ. ഞങ്ങൾ പ്രണയിച്ചവരൊന്നുമല്ല. ഇത് കേട്ടതോടുകൂടി തന്നെ സുഭാഷ് ശരിക്കും ആകെ സ്തംഭിച്ചു പോയി. അവൻ്റെ ലോകം അവസാനിക്കുന്നത് പോലെ തോന്നി. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിധി സുഭാഷിനോട് വിവരിച്ചു. എനിക്കിങ്ങനെ കള്ളം അഭിനയിക്കാനൊന്നും പറ്റുന്നില്ല ഏട്ടാ, അതുകൊണ്ടാണ് ഞാൻ സത്യം തുറന്നു പറഞ്ഞത്. സുഭാഷ് അന്നേരം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. തൻ്റെ റൂമിലിരുന്നു കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. സുധീഷ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. സുധീഷ് ആദ്യം പറഞ്ഞിരിക്കുന്ന നുണകളെല്ലാം തന്നെ സുഭാഷിൻ്റെ മനസ്സിലൂടെ ഒരു സിനിമാ കഥ പോലെ കടന്നുപോയി. ഒടുവിൽ സുഭാഷ് തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുത്തു. സത്യം എല്ലാവരോടും തുറന്നു പറയണം. നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ചതി ഇനി തുടരാനെന്നും എനിക്ക് വയ്യ. സുഭാഷ് നേരെ സ്റ്റേജിലേക്ക് കയറി. അവിടെ വിരുന്നുകാരെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞിരുന്നു. സുഭാഷ് സത്യം പറയാൻ വേണ്ടിയിട്ട് മൈക്ക് കയ്യിലേക്കെടുത്തു. അടുത്തേക്ക് നീങ്ങി നിന്നപ്പോൾ നാട്ടുകാരെല്ലാവരും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്താടാ സുഭാഷേ, ഇത്തവണയും നിന്റെ അനിയൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയോ? അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവാടാ. ഈ പരിഹാസമെല്ലാം തന്നെ അകത്തിരുന്ന നിധി കേൾക്കുന്നുണ്ടായിരുന്നു. സുഭാഷിനെ അങ്ങനെ അവർ അപമാനിക്കുന്നത് അവൾക്കൊട്ടും തന്നെ സഹിക്കാനായില്ല. സുഭാഷ് അങ്ങനെ മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് തന്നെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങുമ്പോഴേക്കും അത്യന്തം സുന്ദരിയായി സാരിയൊക്കെ ഉടുത്ത് നല്ല പുതുമണവാട്ടിയെ പോലെ തന്നെ നിധി സ്റ്റേജിലേക്ക് കടന്നു വരുന്നുണ്ട്. അവളുടെ പിന്നാലെ കോട്ടൊക്കെ ഇട്ട് സുധീഷും എത്തി. ഇത് കണ്ടപ്പോൾ തന്നെ സുഭാഷിന് വലിയൊരു ആശ്വാസമായി. അവൻ്റെ കണ്ണുകളെല്ലാം തന്നെ നന്ദിയോടെ തിളങ്ങി. ആഘോഷങ്ങൾക്കിടയിൽ സുഭാഷിൻ്റെ അച്ഛൻ സുധീഷിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. അച്ഛൻ്റെ കയ്യിൽ മരിച്ചുപോയ അമ്മയുടെ താലിമാലയുണ്ടായിരുന്നു. എടാ, ഈ താലി നിന്റെ അമ്മയുടേതാണ്. ഈ മഞ്ഞച്ചരട് മാറ്റിയിട്ട് ഈ താലി നീ അവളുടെ കഴുത്തിലങ്ങ് കെട്ടിക്കൊടുക്ക്. അച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ട് ശരിക്കും സുധീഷ് ഞെട്ടിപ്പോയി. അവൻ അമ്മയുടെ ആ ഒരു പവിത്രമായ താലി നിധിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ചടങ്ങുകൾക്ക് ശേഷം സുധീഷ് അച്ഛനോട് നന്ദി പറഞ്ഞു. അച്ഛൻ ആ താലിമാല തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, എടാ, ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയതൊന്നുമല്ല. ഇത് നിന്റെ അമ്മയുടെ താലിമാലയാണ്. നീ ഇത് നന്നായി തന്നെ ജീവിച്ച് കാണിക്കണം. ആ താലിക്കൊരു മഹത്വമുണ്ട്. നിന്റെ ഭാര്യയുടെ കഴുത്തിൽ അത് നീ കെട്ടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. നീ അത് തെളിയിക്കണം. സുധീഷിന് അത് കേട്ടപ്പോൾ ഒരുപാടധികം സന്തോഷമായി. എങ്കിലും ഈ സത്യങ്ങൾ എത്ര കാലം മറച്ചു പിടിക്കണമെന്ന ആശങ്ക സുഭാഷിൻ്റെ ഉള്ളിൽ ബാക്കിയായി. അങ്ങനെ താലികെട്ട് കഴിഞ്ഞ് അതിഥികളെല്ലാം തന്നെ പിരിഞ്ഞു പോയെങ്കിലും തറവാടിൻ്റെ ഉമ്മറത്ത് ഒരു കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. സുഭാഷിൻ്റെ ഉള്ളിൽ കടലിരുമ്പുകയായിരുന്നു. തൻ്റെ അനിയൻ്റെയും നിധിയുടെയും ജീവിതം ഒരു നുണക്കഥയിൽ കെട്ടിപ്പടുത്തതാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ അവന് സമാധാനമില്ലാതെയായി. രാത്രി ഏറെ വൈകിട്ടും സുഭാഷ് ഉമ്മറത്തെ ചാരുകസേരയിൽ തന്നെ വന്നിരുന്നു. ആ സമയത്താണ് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താടാ സുഭാഷേ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അച്ഛൻ്റെ ചോദ്യത്തിനു മുന്നിൽ സുഭാഷ് ഒന്ന് പതറി. ഇല്ലച്ഛ, ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. അച്ഛൻ അവൻ്റെ അരികിലിരുന്നു കൊണ്ട് തന്നെ പതുക്കെ പറഞ്ഞു. എടാ, നിനക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒന്നോർത്തോ, ആ താലി നിധിയുടെ കഴുത്തിൽ വീണത് വെറുതെയല്ല. അത് നിന്റെ അമ്മയുടെ താലിയാണ്. അമ്മയുടെ ആ അനുഗ്രഹം ആ കുട്ടിക്കൊപ്പം ഉണ്ടാവും. എല്ലാം നല്ലതിനായിരിക്കും. അച്ഛൻ്റെ വിശ്വാസം കാണുമ്പോൾ സുഭാഷിൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ തോന്നി. തൻ്റെ അച്ഛനെ തങ്ങൾ ഇത്ര കാലം പറ്റിച്ചല്ലോ എന്ന കുറ്റബോധം അവനെ വേട്ടയാടിയിരുന്നു. എന്നാൽ അതേസമയം തന്നെ മുറിക്കുള്ളിൽ നിധിയും സുധീഷും പരസ്പരം നോക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നുണ്ടായിരുന്നു. നിധിയുടെ കഴുത്തിലെ ആ താലി അവളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ കണ്ണാടിക്ക് മുന്നിൽ ചെന്നിട്ട് ആ ഒരു താലിയിലേക്ക് നോക്കി. സുധീഷേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സമ്മതിച്ചത്? ഈ താലിക്കൊരു പുണ്യമുണ്ട്, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു. പക്ഷേ ഇതൊരു കള്ള കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത് താങ്ങാൻ പറ്റുമോ? സുധീഷ് തല കുമ്പിട്ട് നിന്നു. എനിക്കും അറിയില്ല നിധി. പക്ഷേ സ്റ്റേജിൽ നാട്ടുകാരുടെ പരിഹാസം കേട്ട് ചേട്ടനാകെ തകർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല. ചേട്ടന് വേണ്ടിയിട്ട് നിനക്ക് ആ സ്റ്റേജിലേക്ക് വരാമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടും എനിക്ക് ഈ നുണ തുടരാം. നിധി ദേഷ്യത്തോടെ തിരിഞ്ഞു. നാളെ എൻ്റെ വീട്ടുകാരറിഞ്ഞാലോ? അവർ എന്നെ വിശ്വസിക്കുമോ? നിധി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ തറവാട്ടിലേക്ക് അപ്രതീക്ഷിതമായി നിധിയുടെ വീട്ടുകാരെല്ലാവരും എത്തി. അവർ നിധിയെ കാണാൻ വന്നതായിരുന്നു.
സുധീഷിൻ്റെ വീട്ടുകാരെല്ലാവരും അവരെ വലിയ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. എന്നാൽ നിധിയുടെ മുഖത്ത് ഭയം മാത്രമായിരുന്നു. അവളുടെ അമ്മ നിധിയുടെ കഴുത്തിലെ താലി കണ്ട് കണ്ണ് നിറഞ്ഞു പറഞ്ഞു, എൻ്റെ മോളെ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ഈ താലി കണ്ടാൽ എനിക്കറിയാം. അമ്മയുടെ ആ വാക്കുകൾ നിധിയുടെ നെഞ്ചിൽ ഒരു കല്ല് പോലെ പതിച്ചു. സത്യം വിളിച്ചു പറയാൻ അവൾക്ക് പലവട്ടം ആഗ്രഹിച്ചുവെങ്കിലും സുഭാഷിൻ്റെ നിസ്സഹായമായ മുഖം അവളെ തടഞ്ഞു. പെട്ടെന്നാണ് ആ ഒരു സംഭവം ഉണ്ടായത്. സുനന്ദ എങ്ങനെയോ ഇവരുടെ രഹസ്യം മണത്തറിഞ്ഞു. അവൾ നിധിയുടെ അമ്മയുടെ അരികിലേക്ക് എത്തി രഹസ്യമായി പറഞ്ഞു, ചേച്ചി വിചാരിക്കുന്നത് പോലെ തന്നെ ഒന്നുമല്ല ഇവിടെ നടന്നത്. ഈ കല്യാണം വെറും ഒരു നാടകം മാത്രമാണ്. ഇവർ തമ്മിലൊരു ബന്ധവുമില്ല. ഇത് കേട്ടതോടുകൂടി തന്നെ നിധിയുടെ അമ്മ ആകെ ഞെട്ടിപ്പോയി. വീട്ടിൽ തന്നെ ഒരു വലിയ ബഹളം പുറപ്പെട്ടു. നിധിയുടെ അച്ഛൻ സുധീഷിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. എൻ്റെ മോളെ വെച്ച് നീ കളി തുടങ്ങിയോടാ. ആ സമയത്താണ് സുഭാഷ് ഇടയിൽ കയറി നിന്നത്. അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അല്ല, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാ. പക്ഷേ എന്തോ ഒരു ചെറിയ പിണക്കത്തിൻ്റെ പേരിൽ നിധിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. സുനന്ദ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. സുഭാഷ് വീണ്ടും തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനത്തിനായി നുണകൾ പറയേണ്ടി വന്നു. നിധിയുടെ വീട്ടുകാർ ശാന്തരായെങ്കിലും നിധിക്കത് താങ്ങാനായില്ല. പിന്നെ അന്ന് രാത്രി നിധി സുഭാഷിൻ്റെ മുന്നിലേക്കെത്തി. ഏട്ടാ, ഇനിയും എന്നെക്കൊണ്ട് പറ്റില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഞങ്ങൾ പോവാണ്. പക്ഷേ സുഭാഷ് അവളെ തടഞ്ഞു. മോൾ എങ്ങോട്ടേക്കും പോവണ്ട. മോൾ ഇവിടെ വന്നത് നിമിത്തമാണ്. ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഇനി മോള് തന്നെയാണ്. കാലമെല്ലാം ആയിക്കും. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ നിധി അവിടെ നിർത്തിയെങ്കിലും വരും ദിവസങ്ങളിൽ നിധിയും സുധീഷും പതുക്കെ പതുക്കെ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു കള്ളക്കല്യാണം പതിയെ പതിയെ സത്യമായി മാറുമോ? സുനന്ദയുടെ ചതികൾ ഇനിയും തുടരുമോ? കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.